ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. ഇന്ന് നമ്മൾ സർക്കിൾസ് എന്ന വൃത്തങ്ങൾ എന്ന പാഠത്തിലെ റിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 ഭാഗം 1. ആദ്യത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇൻ ക്വാഡ്രിലാറ്ററൽ ABCD ആംഗിൾ A ഈക്വൽസ് 95 ഡിഗ്രി, ആംഗിൾ B ഈക്വൽസ് 100 ഡിഗ്രി, ആംഗിൾ C ഈക്വൽസ് 90 ഡിഗ്രി. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ D. If we draw a circle with a BD as diameter, then check whether the vertices A and C are outside or inside circle. If a circle is drawn through the points A, B and C, where would be the point D with respect to that circle? ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? അതായത് ABCD എന്ന ചതുർഭുജത്തിൽ കോൺ A 95 ഡിഗ്രി, ഇവിടെ 95 ആണ്, B 100, ഇവിടെ 100, C 90, കോൺ D കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ലല്ലോ. എന്താണ് 360 മൈനസ് ആംഗിൾ D ഈക്വൽസ് 360 മൈനസ് 95 പ്ലസ് 100 പ്ലസ് 90 എത്ര വരും? 360 മൈനസ് 285 ഈക്വൽസ് 75 എന്ന് കിട്ടും. 4 കോണുകളും കൂടി 360 ഡിഗ്രിയാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, വി ഡ്രോ എ സർക്കിൾ വിത്ത് BD ആസ് ഡയമീറ്റർ. BD ഇതാ ഇങ്ങനെ BD വരയ്ക്കുക. BD ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിള് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, നമ്മളൊരു സർക്കിള് വരയ്ക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ പൊസിഷൻസ് ഓഫ് A ആൻഡ് C? എയുടെയും സിയുടെയും സ്ഥാനം എന്താണ്? ഇവിടെ നോക്കിക്കേ, ഇങ്ങനെയാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത് അല്ലേ? അപ്പം നോക്കിക്കേ, ആംഗിൾ A ഈസ് 95. അപ്പം 90 കൂടുതലായതുകൊണ്ട് അത് അകത്തായിരിക്കും, 90 ആയാൽ അത് സർക്കിളിലായിരിക്കും. അപ്പം 90 കുറവാണെങ്കിലും അത് പുറത്തായിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ആൻസർ ആംഗിൾ A ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. ആംഗിൾ A is inside the circle. എന്താണ് റീസൺ? എന്താണ്? It is angle A is എന്താണ് greater than 90. Angle C is on the circle. Angle in a semicircle is a right angle. Angle C ഈക്വൽ ടു 90 ഡിഗ്രി. അതുകൊണ്ടാണ് ആംഗിൾ സി ഓൺ ദ സർക്കിൾ ആയത്. അപ്പോൾ 3 പോയിന്റ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. 90 ആണെങ്കിൽ സർക്കിളിൽ, 90ൽ കൂടുതലാണെങ്കിൽ സർക്കിളിനകത്ത്, 90ൽ കുറവാണെങ്കിൽ സർക്കിളിന് പുറത്ത്. അപ്പം ബി കഴിഞ്ഞ് നമുക്ക് സി എന്ന പാർട്ടിലോട്ട് പോകാം. ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ ത്രൂ ദ പോയിന്റ്സ് A, B and C, where would be the point D with respect to the circle? അപ്പൊ ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടത്? നോക്കിക്കേ, ഈ പടത്തില് ഡിയിൽ വരാൻ പാടില്ല. നമ്മള് എയും, if a circle is drawn through the points A, ഇങ്ങനെ വരും, ഉണ്ടോ? അപ്പം D is 75. കാണാത്തോണ്ട് ബാക്കിയെല്ലാം അയച്ച് പടം മാത്രം നിലനിർത്തിയിരിക്കുകയാണ്. ആംഗിൾ സി, ആംഗിൾ A, ആംഗിൾ B, ഇതിലൂടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് D? D നമുക്ക് കിട്ടി എത്രയായിരുന്നു? ആംഗിൾ D ഈസ് ഈക്വൽ ടു 75 നമുക്ക് കിട്ടി. ഈ 75 90-നെക്കാട്ടി കുറവാണ്. 75 ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. Therefore D is outside the circle. Okay, അപ്പം ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിൽ മീറ്റർ PC equals 4 centimeter, BC equals 4 centimeter.
What is the angle equal to angle A? Write one more pair of equal angles. Find the length of PD. What is the length of AD? അപ്പോൾ ഫിഗർ തന്നിരിക്കുന്ന മെഷർ അനുസരിച്ച് ഫിഗർ വരച്ചിട്ടുണ്ട്. എ ഡിയുടെ ജോയിൻ ചെയ്യാണ്. അപ്പോൾ ബാക്കി മെഷറൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. PC4, PB6, BC4. അപ്പം വാട്ട് ഇസ് ദ ആംഗിൾ ഈക്വൽ ടു കോൺ എക്ക് സമാനമായ കോൺ, ഈക്വൽ ആയിട്ടുള്ള കോൺ ഏതാ? കോൺ സി തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ആംഗിൾ സി. ആംഗിൾ എ എന്താണ്? ആംഗിൾസ് ഇൻ ദ സെയിം ആർ ഈക്വൽ. ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ. നോക്കിക്കേ, ഇത് ജോയിൻ ചെയ്തപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും ഒരേ ആർക്കിലുള്ളതാണ് അല്ലേ? അതുകൊണ്ട് അത് ഈക്വൽ ആയിരിക്കും. റൈറ്റ് വൺ മോർ. ഇതുപോലെ മറ്റൊരു പേർ താണ്ട് ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി. രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ഡി. അപ്പം ഇവിടെ നോക്കി, എ ബിയും സി ഡിയും പിയിൽ ഇന്റർസെക്ട് ചെയ്യാണ്, കണ്ണിക്കുകയാണ്. അപ്പം നമുക്കൊരു റിലേഷൻ ഉണ്ട്. എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി. അതായത് ഈ രണ്ട് കഷ്ണങ്ങളുടെ പ്രോഡക്റ്റ് ഈ രണ്ട് കഷ്ണങ്ങളുടെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. തന്നിരിക്കുന്ന വിലയൊക്കെ നമുക്ക് കൊടുക്കാം. പി എ 8, പി ബി എത്ര? 6, പി സി 4 ഇൻറ്റു പി ഡി. Therefore പി ഡി ഈക്വൽസ് 8 ഇൻറ്റു 6/4. എത്ര? 2 ടൈംസ് പി ഡി എത്രയെന്ന് കിട്ടും? 12 കിട്ടും. ഇനി അടുത്ത വാട്ട്സ് ദ ലെങ്ത് ഓഫ് എ ഡി. ഇനി അടുത്തത് എ ഡിയുടെ ലെങ്ത്. അത്രയും ഞങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എ ഡിയുടെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കേ, ട്രയാങ്കിൾ എ പി ഡി. എ പി ഡിയും എന്താണ്? ബി പി സിയും. നോക്കി, ആ ഡിയുടെ മുകളിലോട്ട് മായ്ച്ച് എഴുതിയിട്ടുണ്ട്. ഇൻ ട്രയാങ്കിൾ ആംഗിൾ ഡി എന്താണ്? ലെങ്ത് ഓഫ് എ ഡി കിട്ടാൻ വേണ്ടി ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ് അല്ലേ? ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. എങ്ങനെയാ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷൻ? ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. അത് നമുക്കങ്ങ് എഴുതാം. ഇൻ ട്രയാങ്കിൾ എ പി ഡി ആൻഡ് ട്രയാങ്കിൾ ബി പി സി, പി എ ബൈ പി എ, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് പി എ ബൈ പി സി ഈസ് ഈക്വൽ ടു പി ഡി ബൈ പി ബി ഈസ് ഈക്വൽ ടു അടുത്തത് എ ഡി ബൈ ബി സി. ഇതിൻ്റെ എല്ലാം വില അറിയാം. 8 ബൈ പി സി എത്ര? 4. പി ഡി 12 നമുക്ക് നേരത്തെ കിട്ടിയ ആദ്യത്തെ പാർട്ടിൽ. 12 ബൈ പി ബി ആണ് 6 സമയം എ ഡി ബൈ 4. ഏതെങ്കിലും രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്താൽ മതി. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. 12 ബൈ 6 എന്ന് പറയുന്നത് 2 സമം എ ഡി ബൈ 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും? എ ഡി ഈക്വൽസ് 4 ഇൻറ്റു 2 ഈക്വൽസ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ഡിയുടെ നീളം. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എം സി. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ. വാട്ട് ഇസ് ദ സം ഓഫ് സെൻട്രൽ ആംഗിൾസ് ഓഫ് ആർക്ക് എ എം സി ആൻഡ് ബി ക്യു ഡി. ഇതാണ് ആർക്ക് എ എം സി. ദിസ് ഈസ് ബി ക്യു ഡി. ബി ക്യു ഡി. വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ഈ സെൻട്രൽ ആംഗിൾ എ എം സി എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിളാണ് ചോദിച്ചത്. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 13 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അതിൻ്റെ ഇരട്ടി ആയിരിക്കും. ഇതിൻ്റെ പകുതി ആയിരിക്കും ഈ ആംഗിൾ. സെൻട്രൽ ആംഗിൾ ഹാഫ് ദ സെൻട്രൽ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് ഓപ്പോസിറ്റ് ആർ വിത്ത് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരട്ടി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. സെൻട്രൽ ആംഗിൾ ഓഫ് arc AMC equals
2 into 30 ഡബിൾ. ഇത് ഡബിൾ ആണെങ്കിൽ ഇത് ഹാഫ് ആയിരിക്കും. ആംഗിൾ എന്തോ. നൗ സെക്കൻഡ് പാർട്ട്. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ. ഈ ആംഗിളാണ് വെച്ചിരിക്കുന്നത്. ഇത് 90 30 90. അപ്പോൾ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും അല്ലേ? ആംഗിൾ എ ഈക്വൽ 60 ഡിഗ്രി. ഇനി മൂന്നാമത്തത്, വാട്ട് ഇസ് ദ സം ഓഫ് സെൻട്രൽ ആംഗിൾസ് ഓഫ് ആർക്ക് എ എം സി. ആർക്ക് എ എം സി നമുക്ക് കിട്ടി 60 ആണ്. പിന്നെ അടുത്ത ബി ക്യു ഡി, അതിൻ്റെ സെൻട്രൽ ആംഗിളിന് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യണം. ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എത്രയെന്ന് കിട്ടി? 60 എന്ന് കിട്ടി അല്ലേ? ഇവിടെ 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 120 ആയിരിക്കും. 120 ആയിരിക്കും. സെൻട്രൽ ആംഗിൾ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ. ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ആംഗിൾ ഓൺ ദിസ് ആണ്. അപ്പം എത്ര കിട്ടും? 60 + 120 ഈക്വൽസ് 180. ഇതാണ് മൂന്നാമത്തെ എൻ്റെ ആൻസർ. ഓക്കെ, ഇന്ന് 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്ത ചോദ്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.